വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. അപകടം ഒഴിവാക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഗുഡ്സൺ കട്ടപ്പന. ഇന്നത്തെ ഡ്രൈവിംഗ് ടിപ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്, ഒരു കാരണവശാലും ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ടും ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചും, ഒപ്പം തന്നെ വാഹനം പഠിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിന് അല്ലെങ്കിൽ ലൈസൻസ് എടുത്ത ഒരു തുടക്കക്കാരന് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻ വരാറുണ്ട്. പ്രത്യേകിച്ച് ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇട്ടാലും വീണ്ടും ഒരു കൺഫ്യൂഷനാണ്, ഗിയർ വീണോ, ഫസ്റ്റ് ഗിയർ തന്നെയാണോ എന്ന് വീണ്ടും ഇങ്ങനെ ഗിയറിലേക്ക് ഇങ്ങനെ ചേർത്ത് ഇടുന്ന ഒരു രീതി പല ആൾക്കാരും ചെയ്യാറുണ്ട്. അതുപോലെ ഒരു വാഹനം ഓടിച്ചു തുടങ്ങുന്ന സമയത്തും ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിലൊരു വൈബ്രേഷൻ ഉണ്ടാവും. നന്നായിട്ട് ഫസ്റ്റ് ഗിയറിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു പ്രോബ്ലം ബിഗിനേഴ്സിന് വരാറുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ ഫസ്റ്റ് ഗിയറിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. വീഡിയോ നിങ്ങളൊന്ന് ശ്രദ്ധയോടെ കാണുക. ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇതിൽ ആദ്യത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത്, ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ തന്നെ കൺഫ്യൂഷൻ വരാറുണ്ട്. അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ബ്രേക്കിലും ക്ലച്ചിലും വന്ന് വണ്ടിയുടെ കീ ഓണാക്കി ഇതുപോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യും. സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇപ്പോൾ ഓൾറെഡി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത്. അപ്പോൾ വീണ്ടും എന്ത് ചെയ്യും, ഫസ്റ്റ് ഗിയറിലാണെന്നുള്ള ചിന്ത മറന്നുപോകും. എന്നിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ ചേർത്ത് ഫസ്റ്റ് ഗിയർ ഇടാനായിട്ട് ശ്രമിക്കും. പക്ഷെ അപ്പോൾ അങ്ങനെ ഇടുന്ന സമയത്ത് ഗിയർ വീണോ ഇല്ലയോ എന്നുള്ളൊരു സംശയമാണ് ബിഗിനേഴ്സിന് ഉണ്ടാകുന്നത്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഓൾറെഡി ഒരു വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിലോ റിവേഴ്സ് ഗിയറിലോ ആയിരിക്കും. അപ്പം നിങ്ങൾ ആ ഒരു ഗിയർ ഏതാണെന്നുള്ള ഒരു കാര്യം കറക്റ്റായിട്ട് ഉറപ്പ് വരുത്താനായിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ന്യൂട്രൽ പൊസിഷനെ ആദ്യം മൈൻഡിലേക്ക് ഓർക്കണം. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് ഇങ്ങനെ ഇടുവാണ്, ഇപ്പം നമ്മൾ ഗിയറിലാണ് കിടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒന്ന് താഴോട്ട് വലിക്കുന്ന സമയത്ത് നമ്മുടെ വണ്ടിയുടെ ഗിയർ ലിവർ ന്യൂട്രൽ പൊസിഷനിലേക്ക് എത്തും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലായി എൻ്റെ ഗിയർ കിടന്നത് ഫസ്റ്റ് ഗിയറിലാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗിയറിലാണ്, അല്ലെ തേർഡിലൊക്കെ ആയിരിക്കാം ഒരു പക്ഷെങ്കിൽ കിടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് ന്യൂട്രൽ പോയിന്റ് പിടി കെട്ടിക്കഴിഞ്ഞിട്ട് വീണ്ടും ഫസ്റ്റ് ഗിയർ ഇടണം. ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്യണം, കൈ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പരമാവധി ന്യൂട്രൽ പൊസിഷൻ ചേർത്തതിന് ശേഷം മേളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഗിയർ ഇടുന്ന സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകത്തില്ല, കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ വീണെന്ന് ഉറപ്പ് വരുത്താനായിട്ട് കഴിയും. ഇനി ഇതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ന്യൂട്രൽ പൊസിഷനിലാക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ചിന്ത വന്നാലും ഈ ഒരു പ്രോബ്ലം പരിഹരിക്കാം. ഇനി നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണെന്നും ഒരു വാഹനം എങ്ങനെ എടുക്കാമെന്നുള്ളതും, വൈബ്രേഷൻ ഇല്ലാതെ ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ എടുക്കാമെന്നുള്ളതും പറഞ്ഞുതരാം. ഇതിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു വാഹനം ഇതുപോലെ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് സ്മൂത്ത് ആയിട്ട് എടുക്കണം, വൈബ്രേഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ബ്രേക്ക് അങ്ങ് ആദ്യം തന്നെ റിലീസ് ചെയ്തേക്കും ഒരു നിരപ്പ് റോഡിൽ. എന്നിട്ട് ആക്സിലറേഷൻ പെഡലിലേക്ക് വെക്കണം. ഓക്കെ, എന്നിട്ട് വാഹനം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരില്ല, അതായത് വണ്ടി നീങ്ങുന്ന പോയിന്റ്. ഇപ്പം നിങ്ങൾ നോക്കിയ ക്ലച്ചിൽ നിന്ന് ഞാൻ പതുക്കെ കാലയച്ച് ഇങ്ങനെ വന്നപ്പോൾ വണ്ടി അനങ്ങാൻ തുടങ്ങുന്ന ആ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ വണ്ടി എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, കുറച്ച് ആക്സിലറേഷൻ കൊടുത്തോണ്ട് ക്ലച്ച് നയിക്കാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ അയച്ചെങ്കിലേ വാഹനം എടുക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് വണ്ടി സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങളിൽ പല ആൾക്കാർ ഈ ആക്സിലറേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ആക്സിലറേഷൻ ചവിട്ടി പിടിക്കുക എന്നുള്ളതല്ല, ചെറിയ രീതിയിൽ ആക്സിലറേഷൻ കൊടുത്താൽ മതി. പലരും എന്ത് ചെയ്യും, ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയക്കും, എന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കത്തില്ല. കാരണം ക്ലച്ചിൽ തന്നെ വണ്ടി നീങ്ങുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഓഫായി പോകും. ഒരു നിരപ്പ് റോഡിലൊക്കെ ഒരു പരിധി വരെ വണ്ടി എടുത്തു പോയെങ്കിലും ഒരു കയറ്റത്തോ അല്ലെങ്കിൽ ഒരു ഗട്ടറിലൊക്കെയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ വണ്ടി എടുക്കാൻ കഴിയാതെ വരും. ലൈറ്റ് ആയിട്ടുള്ള ആക്സിലറേഷൻ കൊടുത്തോട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഇതുപോലെ പതിയെ അയച്ച് വണ്ടി എടുക്കുക. ഇപ്പൊ നമ്മുടെ വണ്ടി ഇത് പതിയെ അയഞ്ഞ് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, പിന്നെ നമ്മളൊന്ന് ആക്സിലറേഷൻ അയച്ച് വണ്ടിയുടെ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് പിന്നെ വണ്ടി നേരെയാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പിന്നെ ആക്സിലറേഷൻ കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് അപകടമില്ലാതെ എടുക്കാൻ കഴിയും. കൂടുതൽ ആക്സിലറേഷൻ നമ്മൾ കൊടുക്കത്തുമില്ല, നമുക്ക് നമ്മുടെ കൺട്രോളിൽ വാഹനത്തെ നിർത്താൻ കഴിയും. ഓക്കെ, ഇനി നിങ്ങളിൽ പല ആൾക്കാരും ഫസ്റ്റ് ഗിയർ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന ചില മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ വരുന്ന സമയത്ത് വണ്ടി നമുക്ക് ഒന്ന് തിരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഒന്ന് ബാക്കിലേക്ക് എടുക്കാനായിട്ട് തീരുമാനിച്ചാൽ
വണ്ടി ഇങ്ങനെ കൊണ്ടുപോയി ചവിട്ടി നിർത്തുന്നതിന് മുന്നേ തന്നെ വലിച്ച് റിവേഴ്സ് ഗിയറിലേക്ക് ഇടും. അതായത് റണ്ണിങ്ങിൽ തന്നെ എന്ത് ചെയ്യും, റിവേഴ്സ് ഗിയറിലേക്ക് ഇടും. ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നമ്മൾ റിവേഴ്സ് ഗിയറിൽ നിന്ന് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ നിന്ന് റിവേഴ്സ് ഗിയറിലേക്ക് ഇടുകയാണെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് വണ്ടിയുടെ റണ്ണിങ് നിന്നതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തൊരു ഗിയർ ഇടാവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ കംപ്ലൈന്റ് വരും. കാരണം നമ്മൾ മുന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ആ മുന്നോട്ടുള്ള ചലനത്തെ പൂർണ്ണമായിട്ട് നിർത്താതെ റിവേഴ്സ് പുറകോട്ടുള്ള ഗിയർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഗിയർ ബോക്സിന് കംപ്ലൈന്റ് വരും. ഇനി ഫസ്റ്റ് ഗിയർ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുത്തു. ഓക്കെ, വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഓക്കെ, ഇനി വീണ്ടും വണ്ടിക്ക് ഞാൻ മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പൊ നാലാമത്തെ ഗിയറിൽ ഞാൻ ഇങ്ങനെ വണ്ടിയായിട്ട് പോകണം. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, വണ്ടിക്ക് ഇപ്പൊ ഈ ഒരു വേഗതയുണ്ട്, ഒരു 35-30 കിലോമീറ്റർ വേഗത, അടുത്തൊരു വേഗതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഒരു ജംഗ്ഷനോട് അടുത്ത് വരുന്നു, അല്ലെങ്കിൽ അതുപോലെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു, വണ്ടി സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കും. അപ്പൊ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് ഈ റണ്ണിങ്, ഈ സ്പീഡ് നിലനിർത്തിയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ക്ലച്ച് നയിക്കരുത്. അപ്പൊ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്കാണ് ഉണ്ടാകുന്നത്. അത് വലിയ അപകടങ്ങളിലേക്ക് വരുത്തും. ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇതിനു മുന്നേ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സെക്കൻഡ് ഗിയറിലായിക്കോട്ടെ, തേർഡ് ഗിയറിലായിക്കോട്ടെ, ഫോർത്തിലായിക്കോട്ടെ, ഫിഫ്ത്തിലായിക്കോട്ടെ, ഏത് ഗിയറിൽ പോകുന്ന സമയത്തും വണ്ടി ഒരു ആവറേജ് സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് ഉണ്ടാകും. അത് ശരിയായിട്ടുള്ളൊരു മെത്തേഡുമല്ല. അപ്പം ഏത് ഗിയർ ആണെന്നുണ്ടെങ്കിലും നമ്മൾ വാഹനത്തിന്റെ റണ്ണിങ് തീർത്തും നിന്നതിന് ശേഷം മാത്രമേ ഫസ്റ്റ് ഗിയർ കൊടുക്കാവുള്ളൂ. ഞാൻ ഇപ്പോൾ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ചെറിയൊരു ഇറക്കത്താണ്. ഇറക്കങ്ങളില് ബിഗിനേഴ്സ് ഒരുപാട് പേര് ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വണ്ടി മുന്നോട്ടെടുക്കുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് ചെയ്യാറുണ്ട്. അത് മൈന്യൂട്ടായിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ്. എന്നാലും നിങ്ങൾ ഇത് ഡ്രൈവിംഗിൽ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മളൊരു വാഹനം ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഇറക്കങ്ങളിൽ എടുക്കുമ്പോൾ സ്മൂത്ത് ആയിട്ട് എടുക്കാനായിട്ട് പഠിക്കണം. ഇതിന് പലരും ചെയ്യുന്നതാണ്. ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ കറക്റ്റായിട്ട് ചേർത്ത് ഇട്ടു, എന്നിട്ട് വണ്ടി എടുക്കാനായിട്ട് തീരുമാനിക്കുന്ന സമയത്ത് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്, ഒന്ന്, ഈ ബ്രേക്കിൽ നിന്ന് കാലങ്ങോട്ട് അയച്ചാൽ ഉടൻ തന്നെ ക്ലച്ച് ചെയ്യുന്ന ഒറ്റയടിക്ക് കാലങ്ങെടുക്കും. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും. കാരണം നമ്മൾ ഫസ്റ്റ് ഗിയറിൽ ഇറക്കത്ത് വാഹനത്തെ പെട്ടെന്ന് ക്ലച്ച് റിലീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ആ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് വാഹനം വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു ഇറക്കത്ത് വാഹനം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്കിൽ നിന്ന് പതുക്കെ കാല് അയച്ചയച്ച് വണ്ടിയെ റൺ ചെയ്യുക. റൺ ആയി എന്ന് ഉറപ്പുവരുത്തിയിട്ട് പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മളുടെ വാഹനത്തിന്റെ ഉള്ളിൽ ജെർക്ക് വരത്തില്ല. പതിയാണ് ക്ലച്ച് റിലീസ് ചെയ്ത് ആ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എത്തുന്നത്. ഇനി എത്തിയാൽ ഉടൻ എന്ത് ചെയ്യണം, ക്ലച്ച് പിടിക്കുക, ഉടൻ തന്നെ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടേക്കുക. ചെറിയ ഇറക്കങ്ങളാണെങ്കിൽ നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് ഇറങ്ങി പോകാനായിട്ട് കഴിയും. അപ്പൊ ആ വലിയ ഗിയറിന്റെ പിടുത്തം ഇറക്കത്ത് നമുക്ക് മാറി കിട്ടും. സെക്കൻഡ് ഗിയറിലേക്ക് വരുന്ന സമയത്ത് വണ്ടി സ്മൂത്ത് ആവുകയും ചെയ്യും. അപ്പൊ നമുക്ക് നല്ല രീതിയിൽ വാഹനത്തെ ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും. ഒരു കുത്തനെയുള്ള ഒരു ഇറക്കത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഗിയർ മാത്രമേ അവിടെ ഇട്ട് വണ്ടി ഓടിക്കാനായിട്ട് കഴിയത്തുള്ളൂ. എന്നാൽ ചെറിയ ഇറക്കങ്ങളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ബ്രേക്ക് അയച്ച് വണ്ടി കുറച്ചങ്ങ് മൂവ് ആയതിനു ശേഷം പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്ത് ആ ഗിയറിന്റെ പിടുത്തത്തിലേക്ക് എത്തിക്കുക. ഉടൻ തന്നെ ക്ലച്ച് പിടിച്ച് സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് തന്നെ ആ രണ്ടാമത്തെ ഗിയറിൽ പോകാം. ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഈ പറഞ്ഞ പോലെ വണ്ടി ബ്രേക്ക് നയിച്ച് വണ്ടി അനങ്ങി തുടങ്ങിയാൽ ഉടൻ തന്നെ നമ്മൾ ആ ക്ലച്ച് ഓൾറെഡി നമ്മൾ പിടിച്ചിട്ടായിരിക്കും നമ്മൾ ഇറങ്ങുന്നത്. ഇറങ്ങി വരുന്ന സമയത്ത് തന്നെ ഡയറക്റ്റ് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുത്തിട്ടാണെങ്കിലും നമുക്ക് ബ്രേക്ക് റിലീസ് ചെയ്തുകൊണ്ട് വണ്ടി ഇറങ്ങാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് വീഡിയോയിൽ പങ്കുവച്ചത്. വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ ഡ്രൈവിംഗ് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഡ്രൈവിംഗ് ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നാളെ കാണാം. ഓക്കെ, ബൈ.